എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ജെറുസലേം ദേവാലയം. ജെറുസലേമിന്റെ ആകാശക്കാഴ്ചയിൽ ഏറ്റവും മനോഹരമായത് സ്വർണ്ണമകുടമാണ്. അതിൻ്റെ ഏറ്റവും താഴെ ഒരു പാറയാണ്. അതുകൊണ്ട് തന്നെ ഡോം ഓഫ് ദ റോക്ക് എന്നാണ് അത് വിളിക്കപ്പെടുക. ആദാമിനെ മെനഞ്ഞെടുത്ത മണ്ണ്. അബ്രാഹം ഇസഹാക്കിനെ ബലികഴിച്ച മോറിയ കുന്ന്. ദാവീദ് ഇവിടെയാണ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചത്. ദൈവം അവന് ശാശ്വതമായ ഭവനം വാഗ്ദാനം ചെയ്യുകയും സോളമനിലൂടെ ആ നിർമ്മിതി നടക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പക്ഷെ പിന്നീട് അഹങ്കാരിയായി തീർന്ന ദാവീദ് തൻ്റെ ജനത്തിൻ്റെ കണക്കെടുക്കുകയും അത് കഴിഞ്ഞപ്പോൾ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നൊരു രംഗം 2 സാമുവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവിടെ ദാവീദ് ഉറക്കമുണർന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ സംഹാരദൂതൻ നിൽക്കുന്നത് കാണും. ജബൂസ്യനായ അരവനായുടെ മെതിക്കളത്തിൽ ദാവീദ് പശ്ചാത്തപിച്ച് കർത്താവിനോട് നിലവിളിക്കുന്നു. ഗാദ് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്ത് ജബൂസ്യനായ അരവനായുടെ മെതിക്കളത്തിൽ സംഹാരദൂതൻ നിന്നിരുന്നിടത്ത് അൾത്താര പണിയുകയും ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സംഹാരതാണ്ഡവം നിർത്തുന്നു. ഈ സ്ഥലത്താണ് പിന്നീട് സോളമൻ ദേവാലയം പണിയുക. അതിമനോഹരമായിട്ടുള്ളൊരു ദേവാലയം. അത് പിന്നീട് കൽദയർ നശിപ്പിക്കുന്നു. വീണ്ടും സെറുബാബേൽ 516 പുതുക്കിപ്പണിയുന്നു. പുതുക്കിപ്പണിത ദേവാലയം വളരെ ശുഷ്കിച്ചതായിരുന്നു. അതിനെ മഹത്തരമാക്കി മാറ്റുന്നത് ഹെറോദോസ് രാജാവാണ്. ഹെറോദോസിന് തൻ്റെ ഇതുമയം പാരമ്പര്യം മറയ്ക്കാനും യഹൂദരുടെ പ്രീതി പിടിച്ചുപറ്റാനും വേണ്ടി ദേവാലയത്തെ പുതുക്കിപ്പണിയുകയാണ്. ഈ മനോഹരമായ ദേവാലയത്തിലാണ് പുതിയ നിയമത്തിലെ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കപ്പെടുക. ചുറ്റും മതില്, അതിനുശേഷം വരാന്തയ്ക്കിപ്പുറം വിജാതീയരുടെ മണ്ഡപം. ഇവിടെയാണ് കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയത്. കർത്താവ് കുപിതനായി കച്ചവടക്കാരെയൊക്കെ അടിച്ചോടിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനത്തിനുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നവരെ ഓർമ്മപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് കടക്കുന്നിടം ഇസ്രായേലിയരുടെ മണ്ഡപം, സ്ത്രീകളുടെ മണ്ഡപം. അവിടെ നിന്ന് നടുക്കുള്ള കവാടം, നിക്കനോർ കവാടം. ഇവിടെയാണ് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്, ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കുന്നത്, അന്നായും ശിമയോനുമൊക്കെ യേശുവിനെ കൈകളിലെടുത്ത് പ്രവചിക്കുന്നത്. അതിനപ്പുറം പുരോഹിതരുടെ സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ബലിപീഠം. അതിനും പിന്നിൽ വിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്താണ് നമ്മൾ സക്കറിയായുടെ ധൂപാർപ്പണം ഓർക്കുക. അതിൻ്റെ നടുവിലാണ് 7 തിരിയിട്ടുള്ള മെനറ വിളക്കിരിക്കുന്നത്. അതിനും പിന്നിൽ അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പിലായിട്ട് കവാടത്തിൽ കെറൂബുകൾ. അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദത്ത പേടകവും മന്നായുമാണ് സൂക്ഷിച്ചിരുന്നത്. 2-ാം ദൈവാലയത്തിൽ അതില്ല. അതുകൊണ്ടാണ് മഹാനായ പൊംപെ അതിവിശുദ്ധ സ്ഥലത്ത് വന്നിട്ട് ശൂന്യമായ സ്ഥലം കണ്ട് അതിശയിക്കുന്ന ചരിത്രം ലോകപ്രശസ്തമാണ്. AD 70 ടൈറ്റസ് ദേവാലയം കത്തിച്ച് നശിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ബൈസന്റെയും കാലഘട്ടത്തിൽ അവിടെ ദേവാലയം ഉയരുന്നു. 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിമുകൾ എത്തുമ്പോൾ അവരത് മോസ്കാക്കി മാറ്റുന്നു. വീണ്ടും കുരിശുദ്ധക്കാർ 12-ാം നൂറ്റാണ്ടിൽ അതിനെ ദേവാലയമാക്കി മുകളിൽ കുരിശ് സ്ഥാപിക്കുന്നു. ഈ മകുടത്തിന് മുകളിലുള്ള കുരിശാണ് 1187 മഹാനായ സലദീൻ കീഴടക്കുമ്പോൾ ചന്ദ്രക്കലയാക്കി മാറ്റുന്നത്. അതിനുശേഷം പിന്നീട് ആരും അവിടെ പ്രവേശിക്കുന്നില്ല. ഇന്നും അടുത്തൊരു ദേവാലയത്തിന്റെ പണി നടക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ യഹൂദർ കാത്തിരിക്കുന്നു. ജെറുസലേം ദേവാലയം ദാവീദും സോളമനുമൊക്കെ പണിതീർത്ത മഹത്തായ ദൈവാലയം നമ്മെ ഓർമ്മപ്പെടുത്തുക. കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഹൃദയമാണ് ദൈവാലയം. കർത്താവ് ഓർമ്മപ്പെടുത്തി, ആ മലയിലോ ഈ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ സമയം വരുന്നു. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയം ഇന്ന് നമുക്ക് ഒരുക്കി വെക്കാം. ക്രിസ്തുവിന് പിറക്കാനുള്ള നല്ലൊരിടമായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.